ബില്ല് പാസ്സായപ്പോൾ കോർട്ടിൽ അപ്പം എന്തിനാ പെട്ടെന്ന് കല്യാണം ആഷിനെ കെട്ടിയിട്ടുണ്ടടി? പാസ്സായിട്ടോണ്ട് കിട്ടിയതല്ല. നമ്മൾ ഓൾറെഡി എൻ്റെ ആ സമയത്താണ് എൻ്റെ ഉപ്പ മരണപ്പെടുന്നൊക്കെ ചെയ്യുന്നത്. ഉപ്പ കാരണം എനിക്ക് പേടിയായിരുന്നു ഉപ്പാനോട് പറയാൻ, ഐഡന്റിറ്റി തുറന്ന് പറയാൻ പേടിയായിരുന്നു. ഉപ്പാനെ ഏട്ടന്മാരോടൊക്കെ പറയാൻ പേടിയായിരുന്നു. ഉമ്മാരോട് ഓൾറെഡി അങ്ങനെ പറയും, കുറച്ചൊക്കെ അങ്ങനെ പറയും, എനിക്ക് ഇങ്ങനെ വേണ്ട അങ്ങനെയൊക്കെ പറയും. ഉമ്മാരോട് പറയാം, അമ്മമാരോട് പിന്നെ നമുക്ക് എന്തോ ഓപ്പണായി പറയില്ല. അമ്മമാർക്ക് കുറച്ചുകൂടെ ഒരു പേടിയായിരിക്കും. അത് ആ പേടിയെന്ന് മീൻസ് നമ്മുടെ അച്ഛൻ തല്ലുകൊണ്ടല്ല, അച്ഛൻ ഭയങ്കര പാവമാണ്, പക്ഷെ നല്ലൊരു റെസ്പെക്ട് കൊണ്ടുള്ളൊരു പേടിയുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് പറയാൻ പേടിയായിരുന്നു. അപ്പം ഉപ്പ മരണപ്പെട്ടതിന് ശേഷമാണ് എൻ്റെ ലൈഫും ഇതേപോലെ ആയിപ്പോയി. അപ്പം പിന്നെ ഞാൻ അങ്ങനെ വിചാരിച്ചു, ഓക്കെ ഇന്ന് പിന്നെ പറയാം, ഓപ്പൺ ആയിട്ട് തന്നെ പറയാം എന്ന രീതിയിലാണ് പിന്നെ പറഞ്ഞത്. അതുമായിട്ട് കണക്ഷൻ ഇല്ല. ഓക്കെ, ഇപ്പോൾ എനിക്കൊരു എന്താന്ന് വെച്ചാൽ ഈ നിനക്ക് കല്യാണം ചെയ്യുന്നെങ്കിൽ നീ ചെയ്യും, അത് നിന്റെ ലൈഫ്. എന്തിനാ വെറുതെ ഇതൊക്കെ സോഷ്യൽ മീഡിയയില് കാണിക്കുന്നത്? അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് ഈ എക്സ്പ്ലനേഷൻ കൊടുത്തതാണ് വലിയ മിസ്റ്റേക്ക് ആയി പോയത്. ഒന്നും വേണ്ട, നമ്മളെ കാര്യം നോക്കി ഇരുന്നാൽ മതി. എത്ര ട്രാൻസ് വുമൻ ഉണ്ട് കല്യാണം ചെയ്തിട്ട്, എൻ്റെ മോളുകൾ എത്രയോ ഉണ്ട്. പക്ഷെ അവരൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലെ വരില്ല. ഇപ്പൊ വരുന്നത് കൊണ്ടാണല്ലോ ഇത്ര പ്രശ്നം നിങ്ങൾക്ക്. അതെ അതെ, ഇവരും അവരും എവരും ആരായിട്ടും നിന്നെ ചോദിച്ച് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. നീ ഇത് സോഷ്യൽ മീഡിയ അത് വന്നത് കൊണ്ടല്ലേ. അത് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ഈവൻ എനിക്കൊരു പാഷൻ ഉണ്ട്. അപ്പോൾ ആ പാഷനിലേക്ക് ഞാൻ എത്തിപ്പെടാൻ എനിക്ക് കുറച്ചുകൂടെ ഈസി ടു വേ സോഷ്യൽ മീഡിയയാണ്. കാരണം കുറച്ചുകൂടി ആൾക്കാർ എന്നെ അറിയപ്പെടും, കുറച്ച് ആൾക്കാരോട് എന്നെ അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ലക്ഷ്യത്തിലേക്ക് എനിക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരിക്കലും ഇങ്ങനെ ഒരു കോൺട്രവേഴ്സി വരും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ട്രോളുകൾ വരും എന്ന് വിചാരിച്ചിട്ടല്ലല്ലോ നമ്മൾ. പിന്നെ എനിക്കല്ല, ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ ആഷിൻ്റെ ഫോട്ടോ കാണിച്ച് അങ്ങ് ലൈക്ക് അങ്ങ് റീച്ച് അങ്ങോട്ട് കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരാൾ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആൾ അതേപോലെ പാറ്റേണിൽ ചെയ്യും. ജാസ്മിനെ ആഷിനെ പിടിച്ച് കഴിഞ്ഞാൽ കുറച്ച് റീച്ച് കിട്ടും, അല്ലെങ്കിൽ കുറച്ച് വ്യൂസ് കിട്ടും. ഇപ്പോൾ യൂട്യൂബ് ചാനലാണെങ്കിൽ ഇപ്പോൾ ഈ ആഷിയുടെ ഉമ്മാൻ്റെ വീഡിയോസ് ഇറങ്ങിയതിന് ശേഷം കുറേ യൂട്യൂബേഴ്സ് ഞങ്ങളുടെ ഫാമിലി ആഷിയുടെ ഉമ്മാനൊക്കെ വെച്ചിട്ട് ഭയങ്കര വീഡിയോസൊക്കെ ഇട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അവർക്ക് റീച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ റീച്ച് കിട്ടുന്ന ആൾ എന്ത് ചെയ്യും? ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നമുക്കൊരു വീഡിയോ ഇട്ട് നമുക്ക് അതിന് റീച്ച് ആണെങ്കിൽ നമ്മൾ ആ പാറ്റേൺ തന്നെ ഫോളോ ചെയ്യാൻ തുടങ്ങും. ഇതും ആൾക്കാർ അതേ പാറ്റേൺ തന്നെ ഫോളോ ചെയ്യുന്നത്. എന്നെ പിടിച്ച റീച്ച് കിട്ടുന്നതുകൊണ്ട് എന്നെ തന്നെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. இன்னொரு வாட்டி கூட இன்னொரு ദിവസം പ്ലീസ് ആലോചിക്ക് ആഷിയുടെ അമ്മനെ കുറിച്ച്. ഡോണ്ട് മിസ്റ്റേക്ക് മീ. കാരണം ഞാൻ പറഞ്ഞത് ആഷിക്കും ഒരു ജനറേഷൻ വേണ്ടും, അവൻ്റെ ബ്ലഡിന്. അവൻ്റെ ഉമ്മനെയും അവൻ കാണാനുണ്ട്. ആൻഡ് അവർക്ക് ജനറേഷൻ വേണ്ടും. അത് നിങ്ങളുടെ ഡിസിഷനാണ്. പക്ഷേ ഞാനൊരു എൽഡർലി പേഴ്സൺ ആയിട്ട് ഞാനിത് ജസ്റ്റ് നിനക്ക് ഒരു അഡ്വൈസ് ആലോചിച്ചിട്ട് മാത്രം എന്തെങ്കിലും. ആഷിയുടെ ഉമ്മാനെ അവൻ പോയി കാണണോണ്ട്, അല്ലെങ്കിൽ ആഷിയുടെ ഉമ്മാനോട് അവൻ കോണ്ടാക്ട് ഉണ്ടോണ്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ല. എന്തോ പറയുന്നുണ്ട് അവർ, ഇനി എന്തോ ഒരു മുട്ടയൊക്കെ ഇട്ട് ഏതോ ബ്ലാക്ക് മാജിക് ചെയ്യുന്നത്. എന്താ ഇതൊക്കെ? അതൊക്കെ വെറുതെ പറയുന്നതാ, അങ്ങനെയൊന്നുമില്ല. ഇവിടെ അമ്പലത്തിൽ പോയതാണ് ഈ പറയുന്നത്. ഞാൻ ഓൾറെഡി എൻ്റെ ഫ്രണ്ട് ഉണ്ട്, അവളെ കൂടെ ഓൾറെഡി എൻ്റെ ഫ്രണ്ട് കരീഷ്മ, അവള് അവിടുത്തെ ഭക്തിയാ. ഇതെങ്ങനെ അവർക്കറിഞ്ഞ്? അത് ആഷി പറഞ്ഞതാ വീട്ടിൽ പോയപ്പോഴല്ലേ. ഇവനെ തല്ലി അടിച്ചാ തന്നെ നിനക്ക് കറക്റ്റ്. ഇവൻ എന്തിനാ ഇവൻ വീട്ടിൽ നിൽക്കാൻ, അത് ഞങ്ങൾ അന്ന് കരീഷ്മയുടെ വീട്ടിലാണ്, ദുബായിൽ നിന്ന് വന്ന സമയത്ത് ഞങ്ങൾ അവളെ വീട്ടിലാണ് നിന്നത്. അപ്പോൾ അവളെ വീട്ടിൽ നിന്ന സമയത്ത് ഞങ്ങൾ ഇവള് പറഞ്ഞു ഇങ്ങനെ ഇന്ന് എനിക്കൊരു ഇവിടെ അമ്പലത്തിൽ പോകണം, നിങ്ങൾ വരുന്നോന്ന് വെച്ചപ്പോൾ നമ്മൾ അവിടെ നമുക്ക് കയറാൻ പറ്റുമെന്ന് വെച്ചാൽ അവിടെ എല്ലാവർക്കും വരാൻ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവരെ കൂടെ ഫാമിലി ആയിട്ട് പോയതാ. അപ്പോൾ എനിക്ക് പൊതുവെ ഈ അമ്പലങ്ങൾ, ഈ പഴയ പള്ളികൾ, പഴയ അമ്പലങ്ങൾ, വിഗ്രഹങ്ങളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമുള്ള വ്യക്തിയാണ്. നന്നായിട്ട് വരയ്ക്കും ഞാൻ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ അമ്പലങ്ങൾ കാണാൻ, അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനും അവരെ കൂടെ അങ്ങനെ പോയതാണ്. അപ്പോൾ പോയപ്പോൾ അവിടെ അവർക്ക് അന്ന് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് എല്ലാം കണ്ടു കഴിഞ്ഞു ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. പിറ്റേ ദിവസം ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി, ആഷി അവൻ്റെ വീട്ടിലേക്ക് പോയി. അപ്പോൾ അവിടെ പോയപ്പോൾ ഉമ്മ പോയി ചോദിക്കല്ലോ ഇങ്ങനെ കരീഷ്മയുടെ വീട്ടിൽ പോയപ്പോൾ കാര്യങ്ങൾ, അല്ലെങ്കിൽ പൊതുവെ ഇങ്ങനെ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞതാണ്, ഞങ്ങൾ അവിടെ ഒരു അമ്പലം ഉണ്ടായിരുന്നു, അവിടെ പോയി, അവിടെ അത് ഇങ്ങനെ ഒരു അമ്പലമായിരുന്നു, അങ്ങനെയൊക്കെയാണ് എന്നുള്ളത് അവൻ പറഞ്ഞതാ. അപ്പൊ അത് ഉമ്മാക്ക് അങ്ങനെ അങ്ങനെ ചെയ്തത്. ഇപ്പൊ നമ്മൾക്കൊരാളെ സ്നേഹം, ഇതൊക്കെ മോശം. എങ്ങനെ വാക്കുകൾ ഇതൊക്കെ ഇങ്ങനെ ബ്ലാക്ക് മാജിക് ചെയ്തിട്ടെന്ന് പറയുന്നതൊക്കെ. ഞാൻ എന്തൊക്കെയായാലും എനിക്ക് എൻ്റെ പടച്ച റബ്ബ് അത്രേ ഉള്ളൂ. ഞാനിപ്പോ എന്ത് തെറ്റ് ചെയ്തോട്ടെ, ഞാനിപ്പോ ഇത് പൊട്ട് വെച്ചിരിക്കുന്ന ഒക്കെ ഞാൻ ചെയ്ത് എനിക്ക് ഒക്കെ ചെയ്തോട്ടെ. പക്ഷെ എൻഡ് ഓഫ് ദി ലൈഫിൽ എനിക്കും പഠിച്ചവനുമായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ തീർക്കാം അല്ലേ. അതിനിപ്പോ നമ്മള് പൊട്ട് വെക്കരുതെന്നൊന്നും ഇല്ല, അങ്ങനെ വെക്കാം. അതൊരു അലങ്കാര പൊരുളായിട്ട് നമുക്ക് വെക്കാം. അപ്പോൾ അങ്ങനെ ഉണ്ട് ഇസ്ലാമില്. അപ്പോൾ അത്
ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് എന്തൊക്കെയായാലും എനിക്ക് എൻ്റെ പഠിച്ച റബ്ബിനിൽ വിശ്വാസമുണ്ട്. അതിനിപ്പോൾ എന്തൊക്കെയാണെങ്കിലും എൻ്റെ പഠിച്ച റബ്ബിനോട് ഞാൻ തീർത്തുകൊണ്ട് അതിപ്പോൾ നമ്മളോട് ഇങ്ങനെ ഒരുപാട് പേര് ഇതിങ്ങനെ പറഞ്ഞ് വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് ആ ഒരു മൈൻഡിലേക്ക് നമ്മൾ ചിന്തിച്ച് പോവുകയാണ്. ഇപ്പം അല്ലാത്ത പ്രശ്നങ്ങളൊന്നുമില്ല, മാറും. ഇതിന് വലിയ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ അല്ലേ, ലൈഫല്ലേ, ജീവിതമല്ലേ, ഈ സമയം കടന്നു പോകുമെന്ന് പറഞ്ഞ പോലെ ഇതും കടന്നു പോട്ടെ എനിക്ക് വേണ്ടി. ഞാനിപ്പോൾ വിചാരിക്കുന്നത് ഇനിയിപ്പോൾ ആൾക്കാർ ഇനി എന്ത് പറഞ്ഞോട്ടെ, ഇനിയിപ്പോൾ ആൾക്കാർ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇനി പ്രതികരിക്കാൻ പോകില്ല എന്ന് തീരുമാനിച്ചു. അവർ പറയട്ടെ, ഞാൻ എൻ്റെ ലൈഫിൽ ഞങ്ങൾ ഹാപ്പിയാണ്, ഞങ്ങൾ ഹാപ്പി ആയിട്ടുള്ള ഒരുപാട് മൊമെൻറ്റ്സുകളുണ്ട്. അപ്പോൾ ഞാൻ ഈ പ്രതികരണം കൊടുക്കാൻ വേണ്ടി പോകുമ്പോൾ ഞങ്ങൾ അത്രയും നല്ലൊരു ഹാപ്പിനെസ് മൊമെൻറ്റുകളും ടൈമുകളാണ് വേസ്റ്റായി പോകുന്നത്. അപ്പോൾ അവരവിടെ പറഞ്ഞോട്ടെ. ഇപ്പം ഇനിയിപ്പോൾ എന്നെ കുറ്റം പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട്, എന്നെ ട്രോളുന്ന കുറേ ആൾക്കാരുണ്ട്, അവരൊക്കെ എന്നെ ട്രോളട്ടെ. അവർ ആ ട്രോളി കഴിഞ്ഞാൽ അത്രയല്ലേ ഉള്ളൂ, അവർ റീച്ച് വാങ്ങട്ടെ, ട്രോളട്ടെ, അവർ ആ വഴിക്ക് പോട്ടെ. ഞാൻ എൻ്റെ കാര്യങ്ങളും നോക്കി ഞങ്ങളുടെ ലൈഫ് നോക്കിയിട്ട് ഇനി ആർക്കും ഈ മറുപടി എക്സ്പ്രഷൻ കൊടുക്കൽ ഞാൻ വേണ്ട, അതൊന്നുമില്ല. ഞാൻ ഇനി ഒരാള് ഒന്നും പറയാനില്ല. അവരെല്ലാം അവരുടെ ലൈഫിൽ പോട്ടെ, ഞങ്ങളുടെ ലൈഫായിട്ട് ഹാപ്പി ആയിട്ട് പോട്ടെ. തീർച്ചയായിട്ടും വെരി ഹാപ്പി ആയിട്ട് ഇരിക്കണം. ഞാൻ ദുആ ചെയ്യും നിനക്ക് വേണ്ടി. ആൻഡ് ഫ്യൂച്ചർ ഒരുപാട് സന്തോഷം. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഈ അമ്മയുടെ ഇഷ്യൂ കഴിഞ്ഞ ശേഷം ഒരുപാട് ഇൻ്റർവ്യൂസ് വരുന്നുണ്ട്, ഇപ്പോൾ ഈ അമ്മയുടെ ഇൻ്റർവ്യൂ എടുത്ത ആൾക്കാരെ ഞങ്ങൾ വിളിച്ചു ചോദിച്ചു, ജാസിക്ക് എന്തെങ്കിലും പറയാൻ ഞങ്ങളുടെ ചാനലിൽ വന്നാൽ പറഞ്ഞാൽ മതി എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തിന്, അവർ പറഞ്ഞു എത്ര പേയ്മെൻറ്റ്, നമ്മൾ ഒന്നും വേണ്ട, ഞാൻ ഇൻ്റർവ്യൂ കൊടുക്കലേ ഞാൻ നിർത്തി, ഞാൻ ഇൻ്റർവ്യൂ ചെയ്യുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഏറ്റവും വിളിച്ച് പറഞ്ഞത് ഇങ്ങനെ ഷെക്കിലാമ്മയാണ് വരുന്നത്. ഞാൻ പറഞ്ഞു ഷെക്കിലാമ്മയോ, ആരെ വരുന്ന ഇൻ്റർവ്യൂവിന്? അവരുടെ ഷെക്കിലാമ്മയാണ് വരുന്നത്. ആണോ, ഞാൻ വരാം. അങ്ങനെ വന്നത് ഞാൻ. എനിക്ക് അവനെ കാണണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ട് മാത്രമായിട്ട് വന്നതാ. ഇപ്പോൾ ഈ ഇന്റർവ്യൂവിൽ നിനക്ക് എന്തെങ്കിലും വിഷമമായ ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിച്ചു? അങ്ങനൊന്നുമില്ല, ഒരിക്കലും ഇല്ല. എനിക്കറിയാം അമ്മനെ കുറിച്ച്. ഞാൻ അമ്മയുടെ ഇന്റർവ്യൂ കാണാറുണ്ട്. അമ്മയുടെ ബയോളജി വായിച്ച വ്യക്തി, ബുക്സ് വായിച്ച വ്യക്തിയാണ് ഞാൻ. അതുപോലെ അമ്മയുടെ ലൈഫ് യൂട്യൂബ് ചാനൽ, പിന്നെ നമ്മുടെ കോമഡികൾ എല്ലാം ഞാൻ കാണാറുണ്ട്. നമുക്ക് ഒരുപാട് ട്രാൻസ് കുട്ടികളുണ്ട്, മക്കളായിട്ടുള്ളതുണ്ട്, ഒക്കെ എനിക്കറിയാം. അപ്പോൾ പേഴ്സണലി എനിക്കറിയാലോ എന്നെ വേദനിപ്പിക്കുന്ന ഒരിക്കലും അമ്മ ചോദിക്കുക എന്നൊരു എനിക്കുണ്ടല്ലോ. മീൻസ് അമ്മയ്ക്കും ഇഷ്ടമാണല്ലോ ട്രാൻസ് കുട്ടികളെ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ എനിക്കൊരു ക്വസ്റ്റ്യൻ അമ്മയോട് ചോദിക്കാനുണ്ട്. ഞാൻ ചോദിക്കട്ടെ അമ്മനോട്? ഇപ്പോൾ അമ്മയ്ക്ക് ഒരുപാട് ട്രാൻസ് ആയിട്ടുള്ള കുട്ടികളെ അറിയാം, ഒരുപാട് പേരെ അറിയാം. സത്യം പറഞ്ഞാൽ ഈ ട്രാൻസുകൾക്ക് ഒരാളെ ദ്രോഹിക്കാൻ പറ്റുമോ അമ്മ? ട്രാൻസുകളിന് അവർക്കുള്ളിൽ നടക്കാം, കമ്മ്യൂണിറ്റിക്ക് ഉള്ളിൽ അവര് ദ്രോഹിക്കും, എല്ലാം ചെയ്യും. പക്ഷെ പുറത്ത് അവർ ദുനിയാദാര് പാക്കുമ്പോൾ ഓരോരുത്തരെയും അവര് നമുക്ക് ഒരിക്കലും ഒരാളെ ദ്രോഹിക്കാൻ പറ്റില്ല. നമുക്ക് ഇപ്പോൾ എനിക്കറിയാം ആഷ്ടമ്മമാരുടെ ഫീലിങ്സ്, ഞാൻ എൻ്റെ ഫീലിങ്സ് ആയിട്ട് എനിക്ക് നല്ല സങ്കടമുണ്ട്, നല്ല വിഷമം ഒക്കെ ഉണ്ട് എനിക്ക്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ സ്നേഹിച്ചു പോയി, ഞാൻ ഒരു തെറ്റും ചെയ്തില്ല. ഞാൻ ഒരാളെ സ്നേഹിക്കുന്ന എനിക്ക് ആ ഒരു സ്നേഹം പോകാൻ പറ്റത്തില്ല. അതൊരു വിഷമം എനിക്കുണ്ട്. എനിക്ക് ആഷിയുടെ ഉമ്മാൻ്റെ ഫീലിങ്സും കാര്യങ്ങളൊക്കെ എനിക്കറിയാം. ഇപ്പോൾ ഞാനൊരു ആഷിയുടെ ഉമ്മാൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ എൻ്റെ മോനെ എന്നെ കാണാൻ വരണം എന്നല്ലേ വിചാരിക്കുള്ളൂ. എൻ്റെ ഉമ്മ പോലും അത് പറയാറുണ്ട്. ഇപ്പോൾ നീ എന്നെ കാണാൻ വന്നില്ലെങ്കിൽ എനിക്ക് സങ്കടം ഉണ്ടാവില്ലേ ജാസി, നീ ഒന്ന് ആലോചിക്കുക. ഇപ്പോൾ നീ എൻ്റെ മോനാണ്, നീ എന്നെ ഇപ്പോൾ കാണാൻ വേണ്ടി വരുന്നത്. നീ ഒരു 2 മാസം 3 മാസം എന്നെ കാണാൻ വന്നില്ലെങ്കിൽ ഞാൻ നിന്നെ പെറ്റ വയറല്ലേ, എനിക്ക് നോവൂലെന്ന് എൻ്റെ ഉമ്മയോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആഷിയുടെ ഉമ്മാൻ്റെ ഇതും വിഷമവും എനിക്ക് അറിയാം. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റുക, ഒന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് ഒരു അത് ഈ ആൾക്ക് മനസ്സിലാവുന്നില്ല. എന്താ ഇവരിങ്ങനെ ആവുന്നത്, കുറ്റപ്പെടുത്താനാണ് എല്ലാവരും നോക്കുന്നത്. അത് അവരുടെ ജോബാ, അവരൊക്കെ ജോബ്ലെസ് ആണ്. സോ അവരെന്ത് ചെയ്യും, എന്തെങ്കിലും അങ്ങനെ പറഞ്ഞ് അങ്ങനെ ടൈപ്പ് ചെയ്ത് എഴുതിക്കോട്ടെ, അതൊന്നും പ്രശ്നമല്ല. ഇനി നീ ആർക്കും എൻ്റെ എക്സ്പ്ലനേഷനും ചെയ്യരുത്. ഓക്കെ, ഹാപ്പി ആയിട്ടറി. ഇറ്റ് വാസ് എ നൈസ് കോൺവെർസേഷൻ വിത്ത് യു. സോ വ്യൂവേഴ്സ്, ഇന്ന് നമ്മൾ ജാസിൻ്റെ അടുത്ത് സംസാരിച്ചു. എല്ലാവർക്കും അവരുടെ ഫീലിങ്സ് ഉണ്ട്. യു ആർ നോട്ട് എനിബഡി ടു ജഡ്ജ് എനിബഡീസ് ഫീലിങ്സ്. നമുക്ക് നമ്മുടെ ഫീലിങ്സ് ജഡ്ജ് ചെയ്താൽ മാത്രം മതി. ഇനിയോരുത്തരെ ജഡ്ജ് ചെയ്യാൻ നമുക്ക് ആവശ്യമില്ലാത്ത വേലയാണ്. അവരുടെ ലൈഫ് ജീവിച്ച് പോട്ടെ, നിങ്ങളുടെ ലൈഫ് ജീവിക്കുക. സി യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ, ടാറ്റ, ലവ് യു.